എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളിൽ സാധാരണയായി കാണുന്നതും പക്ഷേ നമ്മളത്ര കെയർ ചെയ്യാതെ നമ്മളങ്ങോട്ട് ഒഴിവാക്കി വിടുന്നതുമായ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനായിട്ടാണ്. എന്താണെന്നറിയാമോ? വെർക്കോസ് വെയിന്. വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഇല്ലേ? പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ എന്താണ് ഇത് കുഴപ്പമില്ല, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പോകുന്നതാണല്ലോ. പക്ഷേ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് മൂലം അത് മുന്നോട്ട് പല അസുഖങ്ങളിലേക്കും അത് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താണ് വെരിക്കോസ് വെയിൻ എന്നുള്ളത്. അപ്പം വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന കുഴലുകളെയാണ് സിരകൾ, അതായത് വെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ എന്താ പറയുന്നത്, മേളിന്ന് താഴേക്കല്ലേ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. പക്ഷേ ഈ പമ്പിങ് എന്ന് പറയുന്നത് ഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് നമ്മുടെ കാലേന്ന് മേളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന സിരകളെ സഹായിക്കുന്നത് വാൽവാണ്, നമ്മുടെ വാൽവ്സാണ്. അപ്പോൾ ആ വാൽവുകളിൽ എന്തെങ്കിലും തകരാറ് വന്നത് പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ, അത് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ആ ബ്ലഡ് തിരിച്ച് നമ്മുടെ കാലുകളിലേക്ക് തന്നെ വന്നിട്ട് അവിടെ അവിടെ കട്ടിപിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ വരുമ്പോഴത്തേക്കിനുമാണ് ഈ വെരിക്കോസ് വെയിൻ വരുന്നത്. അപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നീല നിറത്തിലുള്ള കട്ടിപിടിച്ച് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വെയിനുകൾ, അതിനെയാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ്, ഇപ്പം ഇതിനകത്തുള്ള എന്താ പറയുക റിസ്ക് ഗ്രൂപ്പുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ലോങ് സ്റ്റാൻഡിങ്, അതായത് കണ്ടിന്യൂസ് സ്റ്റാൻഡ് ചെയ്യുന്ന ജോബുള്ളവരെ. ഉദാഹരണത്തിന് നമ്മുടെ നഴ്സുമാർ, നമ്മുടെ ടീച്ചേഴ്സ്, പിന്നെ എന്താ പറയുക ഹെയർ ഡ്രസ്സേഴ്സ്, പിന്നെ ലോങ് സ്റ്റാൻഡിങ് ഇപ്പം ഈ ഷോപ്പുകളിലൊക്കെ കണ്ടിന്യൂസ് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ, അവർ, പിന്നെ സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഇവരെയൊക്കെയാണ് ഇത് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ നമ്മുടെ കാലിലെ ആ രക്തക്കുഴലുകളുടെ പ്രഷർ കൂടുമ്പോഴത്തേക്കുമാണ് ഇത് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ ഏജ്, കാരണം നമ്മൾ പ്രായമാകും തോറും കുഴലുകളുടെ ബലം നമുക്ക് ബലക്ഷയം ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ വരാം. പിന്നെ ഇത് സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ കാണുന്നത്. കാരണം ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് ഇത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസും കൊണ്ടും ഇത് വരാവുന്നതാണ്. പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവരും ഇതുപോലെ അവരുടെ ഭാരമൊക്കെ കൂടിക്കഴിയുമ്പോൾ കാലിലുള്ള ആ രക്തക്കുഴലുകളുടെ പ്രഷർ, മർദ്ദം കൂടുന്നതാണ്. അപ്പം അങ്ങനെ അവർക്ക് വെരിക്കോസ് വെയിൻസ് വരാം. പിന്നെ പാരമ്പര്യമായിട്ട് ഇപ്പം കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ വെരിക്കോസ് വെയിൻ നേരത്തെ വന്നിട്ടുള്ളതാണെങ്കിൽ അവർക്കും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെയാണ് നമ്മൾക്ക് റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ. അപ്പം ഇതിൻ്റെ സിംറ്റംസ്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തുടക്കത്തിൽ നമ്മൾക്ക് ചെറിയ വെയിൻ, അതായത് സ്പൈഡർ വെയിൻസ് ഒക്കെ കൂടിക്കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു വെയിനുകൾ, അപ്പം ചിലപ്പം അതായിരിക്കും വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ചെറിയൊരു വെയിൻ തടിപ്പും അങ്ങനെയായിരിക്കും. പിന്നെ അത് മുന്നോട്ട് പോകും തോറും അത് വേദന വരാം, അത് വീങ്ങി വരാം, ഇൻഫ്ലെയിംഡ് ആകാം, ചുമല കളറൊക്കെ ആയിട്ട് വരാം അതിൻ്റെ വെയിൻ്റെ ചുറ്റും. എങ്കിൽ നമ്മൾ ബ്ലൂ കളറിൽ ആ വെയിൻ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടാം. പിന്നെ അത് വീർത്ത് വല്ലാതെ വരാം. പിന്നെ സ്വെല്ലിങ് വരാം, അതായത് നമുക്ക് കാലൊക്കെ നീര് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇത് മുന്നോട്ട് പോകുന്തോറും അപ്പം ഇതിൻ്റെ ആ ഒരു സിവിയറിറ്റി കൂടി വരും. അപ്പം നമുക്ക് ആ തുടക്കത്തിലുള്ള ഒരു ചെറിയ വേദനയും അല്ലെങ്കിൽ ചെറിയ ഒരു നീർവീക്കോ ഒക്കെ കാണുമ്പോൾ നമ്മളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കണങ്കാലില്ലേ, അതിൻ്റെ മേളിൽ ഇങ്ങനെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. അപ്പോൾ അത് ആ രക്തയോട്ടം അത് ശരിയായി നടക്കാത്തപ്പോഴാണ് അത് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ ഈ ചൊറിച്ചിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ വെയിനുകളൊക്കെ അത് പൊട്ടാം. അത് പൊട്ടിയിട്ട് വ്രണങ്ങളുണ്ടാവാം.
അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് വീനസ് അൾസറായിട്ട് മാറും. അപ്പോൾ അത് കരിയാതെ സമയമെടുക്കും കരിയാനായിട്ട്. അപ്പോൾ അൾസറൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിപ്പം ഇങ്ങനെ പിന്നെ നമ്മുടെ ആ വെയിനുകളൊക്കെ പൊട്ടാം, ചൊറിഞ്ഞ് പൊട്ടാം. പിന്നെ ഇത് കുറേ നാൾ ഇതിങ്ങനെ ചികിത്സിക്കാതെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് DVT, അതായത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന ഒരസുഖമുണ്ട്, രക്തം കട്ട പിടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് ചികിത്സ വേണ്ട ഒരു അവസ്ഥയാണ്, ഇല്ലെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ തുടക്കത്തിലേ ഇതിന് ശരിയായ ഒരു ചികിത്സ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു DVTയിലേക്കൊക്കെ പോകാതെ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇത് ഇപ്പോൾ വെറിക്കോസ് വെയിൻ ആണോ എന്നുള്ളത്? ഇപ്പം ഡോക്ടർമാരുടെ അടുക്കെ ചെന്ന് കഴിയുമ്പം അവർക്കത് കാണുമ്പോൾ അറിയാം ഇത് വെറിക്കോസ് വെയിൻ ആണോ എന്നുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞത് വീനസ് ഡോപ്ലറാണ്. അപ്പോൾ അൾട്രാസൗണ്ട്. അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളിലെ വാൽവുകളിൽ എന്തോരം ബലക്ഷയമുണ്ട്, ഇത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണോ, ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണോ, അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എന്താണ് ചികിത്സാ രീതി? ഇതിൻ്റെ തുടക്കത്തിൽ ഡോക്ടർമാർ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കംപ്രഷൻ സ്റ്റോക്കിങ്സ്. ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ എന്താ പറയുന്നത്, ഇത് നമുക്ക് ഇടാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ, നമുക്ക് ഇഷ്ടമില്ല അത് ഇടാൻ വേണ്ടി. കാരണം ഒരു ഇട്ട് കഴിയുമ്പോൾ ഒരു ഡിസ്കംഫർട്ടൊക്കെ പോലെയാണ്. അപ്പം അത് നമ്മുടെ ആ കാലിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അത് രക്തയോട്ടം നല്ലപോലെ ആകും. അപ്പോൾ ആ രക്തയോട്ടത്തിന് സഹായിച്ച് നമ്മുടെ ആ കാലിൽ വരുന്ന പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ ലോങ് ജേർണീസ് ഒക്കെ ചെയ്യുന്നവർ, അതായത് നമ്മളിപ്പോൾ കാറിലാണെന്നുണ്ടെങ്കിൽ ലോങ് ജേർണി ചെയ്യുന്നവർ, അല്ലെന്നുണ്ടെങ്കിൽ ബസ്, കോച്ച് യാത്ര ചെയ്യുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ജേർണി ചെയ്യുന്നവരെ, നിങ്ങളൊക്കെ അത് യാത്രയ്ക്ക് മുന്നം ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് ഈ ലോങ് ജേർണിയൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾക്കന്നേരം ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സ്ക്ലീറോതെറാപ്പി, അതായത് ഈ ചെറിയ വെയിനുകളിലേക്ക് ഒരു ലായനി കുത്തിവെക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് സ്ക്ലീറോതെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സർജറി എന്നത് പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്. ആ വെയിനുകളത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ആ വെയിൻ റിമൂവ് ചെയ്യുക. അപ്പം അതിന് സ്ട്രിപ്പിംഗ് ആൻഡ് ലൈഗേഷൻ എന്നാണ് പറയുന്നത്. അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പം കാലങ്ങൾ പോകുന്തോറും പുതിയ പുതിയ മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം അതിന് ലേസർ ചികിത്സയുണ്ട്. ലേസർ എന്ന് പറയുമ്പോൾ നമ്മളത് സർജറി ചെയ്യാതെ ആ വെയിനെ കരിച്ചു കളയുന്ന ഒരു പ്രൊസീജിയറാണ് ലേസർ തെറാപ്പി എന്ന് പറയുന്നത്. ഏറ്റവും പുതിയതായിട്ടുള്ളത് ഗ്ലൂ തെറാപ്പി, അതായത് ഒരു പ്രത്യേകതരം ഗ്ലൂ കൊണ്ട് ഈ സിരകൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ വെയിനുകൾ ഒട്ടിച്ചു വെക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഗ്ലൂ തെറാപ്പി എന്ന് പറയുന്നത്. അന്നേരം അതൊക്കെ നമുക്കൊരു ലാസ്റ്റ് സ്റ്റേജിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. പക്ഷെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളത് കണ്ട് നമ്മുടെ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സും നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൊണ്ടൊക്കെ നമ്മൾക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനു വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പം നമ്മൾക്ക് വ്യായാമം ഒരു ദിവസം ഒരു 30 മിനിറ്റേലും നടക്കണം. പിന്നെ നമ്മൾ ഈ വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ കാലിന് റെസ്റ്റ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കാല് പൊക്കി വെച്ചിരിക്കുക. നമ്മളിപ്പോൾ ഒരു TV കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് സോഫയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കസേര അല്ലെങ്കിൽ സ്റ്റൂളോ വെച്ചിട്ട് നമ്മുടെ കാല് പൊക്കി വെക്കുക. എപ്പോഴും നമ്മളിങ്ങനെ അത് എലിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന് ഒരു മേളിലായിട്ടുള്ള ആ ലെവലിലാണ് നമ്മൾക്ക് വേണ്ടത്. പക്ഷേ അത് അങ്ങനെ അത്രയും പറ്റുകയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്നത് പോലെ നിങ്ങളുടെ കാലുകൾ പൊക്കി വയ്ക്കുക. പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു 2 പില്ലോയിൽ നമ്മുടെ കാല് എലിവേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ സർക്കുലേഷൻ അത് നല്ലപോലെ ആകും. നമ്മൾക്ക് ഈ വെറിക്കോസ് വെയിൻ വരുന്ന ഒരവസ്ഥയെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഭക്ഷണങ്ങൾ ഇതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ബ്രൗൺ റൈസ്, അതായത് ഫൈബർ കണ്ടെയ്ൻഡ് ഫുഡാണ്. ഫൈബർ കണ്ടെയ്ൻഡ് പൊട്ടാസ്യം, വിറ്റമിൻ സി, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇങ്ങനെയായിട്ടുള്ള മെഡിസിൻസാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഫൈബർ കണ്ടെയ്ൻഡ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൗൺ റൈസ് വരും അതിനകത്ത്, പിന്നെ നമ്മുടെ പരിപ്പ് പയറ് വർഗ്ഗങ്ങൾ, പിന്നെ എന്താ പറയുക, ഫൈബർ അടങ്ങിയ നാരടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഈ ബ്രൗൺ ബ്രെഡും കാര്യങ്ങളുമൊക്കെ അങ്ങനത്തത് കഴിക്കുക. പിന്നെ ബെറീസ്, നമ്മുടെ സ്ട്രോബെറീസ്, ബ്ലാക്ക് ബെറീസ്, ബ്ലൂബെറീസ്, അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ അതൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ഇത്തിരി അല്ല, എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല. നമ്മൾ ലുലു പോലുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം അവൈലബിൾ ആണ്, നമുക്കത് മേടിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ വിറ്റമിൻ സി അടങ്ങിയ ഫുഡെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നാരങ്ങ, പിന്നെ നമ്മുടെ ഓറഞ്ച്, പിന്നെ ക്ലെമൻറ്റൈൻസ് ഒക്കെ വരത്തില്ല, ചെറിയ എന്താ പറയുക, ചെറിയ ഓറഞ്ച് പോലത്തെ, അതൊക്കെ മേടിച്ച് കഴിക്കുക. പിന്നെ പിന്നെന്താ, നമ്മുടെ പാലിൻ്റെ ഉപയോഗം കുറയ്ക്കുക, മിൽമയുടെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഉപ്പ്, പഞ്ചസാര. അപ്പം പഞ്ചസാരയാണെന്നുണ്ടെങ്കിലും നമ്മുടെ വെയിറ്റ് കൂട്ടും ഇല്ലേ, നമുക്ക് അമിതവണ്ണം ഉണ്ടാക്കാൻ സഹായിക്കും. ഇപ്പം ചില ആൾക്കാർക്കുണ്ട് ഷുഗറി സ്നാക്സും കാര്യങ്ങളൊക്കെ, അവർക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഷുഗറി ഐറ്റംസ് ഒക്കെ തിന്ന് കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റ് കൂടും ഇല്ലേ. ആ വെയിറ്റ് കൂടുമ്പോഴത്തേക്കിനും നമ്മുടെ കാലിന് പ്രഷർ കൂടുന്നതാണ്, സർക്കുലേഷന് ബുദ്ധിമുട്ട് വരും, നമ്മുടെ ആ രക്തക്കുഴലുകൾക്കും ആ വാൽവിനും ഒക്കെ പ്രഷർ ഉണ്ടാവുന്നതാണ്. മർദ്ദം വന്നിട്ട് നമ്മൾക്കത് എന്താ പറയുക, നമ്മുടെ വെയിൻ പുറത്തോട്ട് ചാടി വരാം. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട വേറൊരു കാര്യം, വൈറ്റ് ബ്രെഡ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ശതാവരിക്കിഴങ്ങ്, പിന്നെ ബീറ്റ്റൂട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഇപ്പം ഇതാണ് ഈ ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ എന്താ പറയുന്ന ഈ വെർക്കോസ് വെയിനെ അത് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.